ഓം യോ ബ്രഹ്മാണം വിദധാതി പൂർവം യോ വൈ വേദാംശ്ച പ്രഹിണോതി തസ്മൈ തംഹം ദേവം ആത്മബുദ്ധിപ്രകാശം മുമൂഷൂർവൈ ശരണമഹം പ്രപദ്യേ. ഹരേ ശരണമയ്യപ്പ. എല്ലാ ഗുരുസ്ഥാനീയരായ നിങ്ങൾക്കോരോരുത്തർക്കും 100 100,000 സ്നേഹാശംസകൾ. ജീവിതം വളരെ 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 സന്തോഷകരമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. കാരണം താമര വിരിയുകയാണ് ഭാരതം മുഴുവൻ. എന്താണ് താമര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭാരതീയ സനാതന സംസ്കൃതിയുടെ, ക്ഷേത്ര സംസ്കൃതിയുടെ ഏറ്റവും ഉദാത്തമായ, ഹൈന്ദവ സംസ്കൃതിയുടെ ഉദാത്തമായ പ്രതീകമാണ് താമര. ഈ താമരയിലെയാണ് ഹൃദയകമല നിവാസിയാണ് ഋഷിയുടെ വിഷനും മിഷനുമായ ഭാരതീയ ദേവീ ദേവ സങ്കല്പം എവിടെയാണ്? ഹൃദയ കമല നിവാസിനിയാണ്, ഹൃദയക്ഷേത്ര നിവാസിയാണ്. ഇതാണ് അയ്യപ്പ വിഗ്രഹം. ഏത് ദേവീ ദേവ വിഗ്രഹത്തിൻ്റെയും അടിയിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനൊരു സംഭവം കാണാൻ പറ്റും. ഈ സംഭവമാണ് താമര. ഈ താമരയിലാണ് ദേവീ ദേവ ചൈതന്യം ഹൃദയത്തിൽ നിന്നും ആവാഹിക്കുന്നത്. ഈ താമര ഭാരതം മുഴുവൻ വിരിഞ്ഞ് വിരിഞ്ഞ് ഈ ഹിന്ദു സംസ്കൃതി വളർന്ന് 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 വരുമ്പോൾ എന്തൊരഭിമാനമാണ്! പറയാൻ പറ്റില്ല. കാരണം 1000 വർഷങ്ങൾക്ക് മുന്നേ അങ്ങ് ഗുജറാത്തിൽ സോമനാഥ ക്ഷേത്രം മുസ്ലിം ടെററിസ്റ്റുകൾ, മുസ്ലിം ഭീകരവാദികൾ 17 പ്രാവശ്യം തകർത്തിട്ടും ഈ ക്ഷേത്രം ഇന്നും നിലനിൽക്കുകയാണ്. അവിടെ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്ന് വീണ്ടും പുനരുദ്ധാരണം ചെയ്ത് ഓരോ ഭാരതീയൻ്റെയും 140 കോടി ജനതയുടെ ഹൃദയത്തിലും വീണ്ടും സോമനാഥ ക്ഷേത്രം പൂർവാധികം ഭംഗിയോടുകൂടി ഉയർത്തെഴുന്നേറ്റ് ലോകത്തുള്ള പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ നെഞ്ചത്ത് ഓരോ ബോംബിട്ട് തകർക്കുകയാണ്. അത് പാകിസ്ഥാനിലെ ടെററിസ്റ്റിൻ്റെ അണ്ണാക്കിലായാലും ശരി തകർക്കുകയാണ്. അപ്പോൾ എവിടെയും ഒരു ഹിന്ദു നവോത്ഥാനത്തിൻ്റെ കാലഘട്ടമാണ്. ഈ സമയത്ത് ആത്മാഭിമാനമുള്ള ഒരു ഹിന്ദുവും പറയരുത് ഞാൻ ഒറ്റയാണെന്ന്. ഇത്രയേ ഉള്ളൂ. ഇത് പറയാനാണ് ഞാൻ ഇത്രയും വളച്ചു കിട്ടിയത്. കാരണം ആധുനിക സമൂഹത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ പരാതി കേൾക്കാൻ സാധിക്കുന്നത് എന്നെ ഒറ്റപ്പെടുത്തി, കുടുംബത്തിൽ എന്നെ ഒറ്റപ്പെടുത്തി, ഓഫീസിൽ എന്നെ ഒറ്റപ്പെടുത്തി, സുഹൃത്തുക്കൾ എന്നെ ഒറ്റപ്പെടുത്തി. സ്കൂൾ കുട്ടികൾക്കെല്ലാം ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്നതാണ് എന്ത്? ഒറ്റപ്പെടുത്തി. ഇങ്ങനെ ഒറ്റപ്പെടുത്തി എന്ന് പറയുന്ന വ്യക്തികൾക്ക് ദ്വിതീയാൽ വൈ ഭയം ഭവതി. ഈ ഒറ്റപ്പെടൽ എന്ന ഭയം വരുന്നത് 2 ആകുമ്പോഴാണ്. അമ്മയുടെ അംബ്ലിക്കൻ കോഡിൽ അമ്മയുടെ യൂട്രസിൽ നമ്മൾ കിടന്നുറങ്ങുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡില്ല. എന്ത്? ഒറ്റപ്പെടുത്തിയെന്ന്. ആ അംബ്ലിക്കൻ കോഡ് കട്ട് ചെയ്ത് ഞാനും അമ്മയും 2 ആവുമ്പോഴേക്കും
ഈ ഒറ്റപ്പെടൽ ഏകാന്തതയിലൊരവാരതീരം എന്ന് പറഞ്ഞ് കുഞ്ഞങ്ങടെ കരയാൻ തുടങ്ങി. ഈ ഏകാന്തത നമുക്കിഷ്ടമല്ല. ഒറ്റപ്പെടൽ അനുഭവിച്ചാലേ ആ ദുഃഖം നമുക്ക് അറിയുള്ളൂ. അപ്പോൾ ഏകാന്തതയുടെ ഒറ്റപ്പെടലിൻ്റെ തീഷ്ണത എന്താണെന്ന് നമുക്ക് സുപരിചിതമാണ് ആധുനിക മനുഷ്യന്. ഈ ഒറ്റപ്പെടലിൻ്റെ തുരുത്തിൽപ്പെട്ടിട്ട് ഒറ്റപ്പെടലിൻ്റെ ചുഴിയിൽപ്പെട്ടിട്ടുള്ള ആൾക്കാരാണ് ഈ മൊബൈൽ 24 മണിക്കൂറും തോണ്ടിയിട്ട് ജനിച്ച കുഞ്ഞ് ക്വാ 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 എന്നുള്ള കൂട്ടെവിടെയാണെന്ന് ഒറ്റപ്പെടലിൽ നിന്നും പുറത്ത് കിടക്കുന്ന വഴി ഏതാണെന്ന് കരയുന്നത് പോലെ ഈ സോഷ്യൽ മീഡിയകളിൽ തോണ്ടി പോയിട്ട് അപകടത്തിൽ ചെന്ന് വീഴുന്നു. ഒറ്റപ്പെടലിൽ നിന്നും പുറത്ത് കടക്കാനാണ് മദ്യവും മയക്കുമരുന്നും മുതലായ സാമൂഹിക ആധാർമികതയുടെ കൂട്ടത്തിൽ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഉള്ള പരാതിയാണ് ആധുനിക മനുഷ്യർക്ക്. പ്രത്യേകിച്ച് നമ്മുടെ സഹോദരിമാർ പറയുന്നു, ഭർത്താവ് എന്നെ കാര്യമായിട്ട് മൈൻഡാക്കുന്നില്ല, എന്നെ ഒറ്റപ്പെടുത്തുന്നു. ഭാര്യ ഒറ്റപ്പെടുത്തുന്നു എന്ന് ഭർത്താവ് പറയുന്നു, അല്ല നീയാണ് എന്നെ ഒറ്റപ്പെടുത്തുന്നത്, നീ എന്നെ ഒറ്റപ്പെടുത്തുന്നത് കാരണമാണ് ഞാനിപ്പോൾ ബിവറേജസ് കോർപ്പറേഷനിൽ ക്യൂ നിൽക്കുന്നത്. അപ്പോൾ ഈ ഒറ്റപ്പെടലിൻ്റെ തുരുത്തിലാണ് ഓരോ വ്യക്തിയും. അപ്പോൾ ശ്രദ്ധിക്കണം, ഈ അമ്മയുടെ അംബ്ലിക്കൻ കോഡ് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ ഒറ്റപ്പെട്ടു പോയി. ഇനി ഈ ഒറ്റപ്പെടലിൽ നിന്നും എനിക്കും നിങ്ങൾക്കും ശാശ്വതമായ പരിഹാരം വേണമെന്നുണ്ടെങ്കിൽ കൂട്ടിനായി മുൻ ശബരിമല മേശാന്തിയും കൃഷ്ണ യജുർവേദ പണ്ഡിതനും ഭാഗവതോത്തമനും ഭഗവത്ഗീത ആചാര്യനുമായ ശംഭുവാദ്ധ്യാരുടെ മകൻ 4 വാൾവുള്ള ഹൃദയം തൊട്ട് നിങ്ങളോട് റെക്കമെൻഡ് ചെയ്യുന്നു. ഒറ്റപ്പെടലിന് ശാശ്വതമായ പരിഹാരമാണ് ശ്രീമദ് ഭഗവത്ഗീത എന്ന അപ്ലൈഡ് സയൻറ്റിഫിക് സയൻസ്. ഈ കൊച്ചു ഗ്രന്ഥത്തിനോട് നമ്മളൊരു പൊക്കിൾക്കൊടി ബന്ധം മുന്നോട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒറ്റപ്പെടൽ നമുക്കില്ല. എപ്പോഴും ഭഗവത്ഗീത മാതാജി നമ്മുടെ കൂട്ടത്തിലുണ്ട് എന്ന സത്യത്തെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. അപ്പോൾ നമ്മളാരും ഒറ്റയ്ക്കല്ല, എൻ്റെ കൂട്ടത്തിൽ ഭഗവത്ഗീത മാതാജിയുണ്ട്. അപ്പോൾ ഒറ്റപ്പെടുന്ന ആൾക്കാർ, ഒറ്റപ്പെടുന്ന വ്യക്തികൾ, അവർ നമ്മുടെ ജീവിതം തകർത്ത് തരിപ്പണമാക്കുകയാണ്. ശ്രീമദ് ഭാഗവതത്തിൽ ഇതിന് നല്ലൊരു ഉദാഹരണം പറയുന്നു. മയി നിർബന്ധഹൃദയ സാധവാ സമദർശന വശീകുർവന്തി മാം ഭക്ത്യ സത്പദിം സത്സ്ത്രിയോ യഥാ സത്പദിം സസ്ത്രിയോ യഥാ. നല്ല കുടുംബിനിയായ സ്ത്രീകൾ ഭർത്താവിനെ എങ്ങനെയാണോ വശീകരിച്ചിരിക്കുന്നത്, അപ്പോൾ ഭാര്യയ്ക്ക് ഭർത്താവ് കൂട്ടായി, ഭാര്യയും ഭർത്താവും കൂട്ടാണെന്നുണ്ടെങ്കിൽ മക്കളുമായിട്ട് അവരൊരു കൂട്ടാവും, ഭാര്യയും ഭർത്താവും മക്കളും കൂട്ടാണെന്നുണ്ടെങ്കിൽ അവരുടെ അച്ഛനും അമ്മയും അവരോട് കൂട്ടായി, ഇവർ കൂട്ടാണെന്നുണ്ടെങ്കിൽ ഇവരൊരു ചെറിയ പൂന്തോട്ടമാണെന്നുണ്ടെങ്കിൽ അവരുടെ സഹോദരന്മാരും മറ്റു സുഹൃത്തുക്കളും ഇവരോട് കൂട്ടാവും. അപ്പോഴേ ഒരു വസന്തമായി മാറും നമ്മുടെ കുടുംബം. സസ്ത്രിയോ സത്പതിം യഥാ. ഇതാണ് ഭാഗവതത്തിന് പറയാനുള്ളത്. ഈ സ്ത്രീകൾ ആദ്യം സുഗന്ധം വമിക്കുന്ന ഒരു റോസാപ്പൂവായി മാറണം. ആര്? എൻ്റെ അമ്മ. ആര്? എൻ്റെ സഹോദരിമാർ. ആര്? എൻ്റെ ഭാര്യ. ആര്? എൻ്റെ മകള്. ആര്? നിങ്ങൾ ഓരോ സ്ത്രീകളും. ഞാനിത് പഠിച്ചത് എവിടെ നിന്നാണ്? ഭാഗവതത്തിലെ ഈ മന്ത്രത്തിൽ നിന്നാണ് പഠിച്ചത്. അപ്പോൾ നമ്മൾ ഏകാന്തതയിൽ നിന്നും വിട്ട് എല്ലാവരുമായി ഒരു കെയറിങ്ങും ഒരു ഷെയറിങ്ങും ഒരു സുഹൃത് ബന്ധവും ഞാനീ ഭഗവത്ഗീതയോട് കൂട്ടുകൂടിയിരിക്കുക. അപ്പോൾ എനിക്ക് മറ്റൊരു കൂട്ട് വേണ്ട. കാരണം ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നതാണ്, ജഗത് ഭർത്ത പ്രഭു സാക്ഷി നിവാസ ശരണം സുഹൃത്ത്.
ഓരോ ഹൃദയങ്ങളിലും ഭഗവാൻ സുഹൃത്തായി കൂടെയുണ്ട്. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ഗുരുവായൂരപ്പൻ കൂട്ടായി സുഹൃത്തായി നമ്മളെ കൂട്ടത്തിലുണ്ടെങ്കിൽ ഇനി നമുക്ക് എന്തെങ്കിലും ഒരു തരി പോലും ദുഃഖം വരുമോ? സത്യം പറയാം, ഞാൻ ഇന്നേ ഒരു ദുഃഖത്തെ അനുഭവിച്ചിട്ടില്ല. കാരണം ദുഃഖി ഭാഗവതം ഞാൻ പഠിച്ചു, അതുകൊണ്ട് ദുഃഖത്തെ ദുഃഖിപ്പിക്കാൻ എനിക്ക് അറിവും കഴിവും പ്രാക്ടീസ് ചെയ്തു, അറിവും കഴിവും പ്രവൃത്തിയിലൂടെ കൊണ്ടുവന്നു. കാരണം ജഗത് ഭർത്ത, ജഗത്തിൻ്റെ ഭർത്താവാണ് കൃഷ്ണൻ. ജഗത് ഭർത്ത, പ്രഭു സാക്ഷി, അണ്ടകടാഹത്തിൻ്റെ പ്രഭുവാണ് ജഗതീശ്വരനായ പരമേശ്വരനായ കൃഷ്ണൻ. നിവാസ ശരണം സുഹൃത്ത്, ഓരോ വ്യക്തികളുടെയും സുഹൃത്തായി നിലനിൽക്കുന്നു. അപ്പോൾ ഈ സുഹൃത്തിനെയും കൂട്ടിയിട്ട് ഞാൻ ഈ ഗീതാമാതാജിയെയും കൂട്ടിയിട്ട് കൃഷ്ണനെ കൂട്ടായി കൂട്ടിയിട്ട് ICU യൂണിറ്റിലൊക്കെ 2-3 ദിവസമൊക്കെ സുഖമായിട്ട് കിടന്നു. എങ്ങനെ ICU യൂണിറ്റിൽ കിടന്നത്? സുഖമായിട്ട് കിടന്നു. അപ്പോൾ ICU യൂണിറ്റിൽ പോലും സുഖമായിട്ട് കിടക്കാം. പിന്നെ പ്രഹസന്നിവ ഭാരത, അർജുന യുദ്ധം ചെയ്യടാ. ചിരിച്ചോണ്ടാണ് കൃഷ്ണൻ പറയുന്നത്, ചിരിച്ചോണ്ടാണ്. അപ്പോൾ യുദ്ധരംഗത്ത് പോലും ചിരിക്കാം. ഗീതാമാതാജിയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ. അപ്പോൾ ഗീതയെ നമ്മൾ കൂട്ടുകൂടണം. ചെറുപ്പത്തിൽ എനിക്ക് സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു കൂട്ടുകാരി ഉണ്ടായിരുന്നു, ഗീത. പിന്നെ ഇവൾക്ക് ഒട്ടുക്കത്തെ ഗ്ലാമറാ. പിന്നെ ഇവൾക്ക് മാർക്ക് ഇത്തിരി കൂടുതൽ കിട്ടുമ്പോൾ, ഈ ഗ്ലാമർ മാർക്കിലുണ്ടായപ്പോൾ എനിക്ക് ഇച്ചിരി മാർക്ക് കുറയാൻ തുടങ്ങിയപ്പോൾ ഇവൾ എന്നെ ഉപേക്ഷിച്ചു, ഞാൻ ഇവളെ ഉപേക്ഷിച്ചു. പിന്നെ ഇതിനേക്കാൾ സുന്ദരിയായ ഭഗവത്ഗീത കിട്ടിയപ്പോൾ ഞാൻ ഭഗവത്ഗീതയോട് കൂട്ടുകൂടി, പുള്ളിക്കാരിയുടെ വഴിയിലും പോയി. ഈ ഭഗവത്ഗീതയോട് കൂട്ടുകൂടാൻ എൻ്റെ കൂട്ടത്തിൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഫ്രീ ആയിട്ട് ഞാൻ പറഞ്ഞു പറയുന്നത് ആളെപ്പറ്റിക്കാൻ ചില സെമിറ്റിക് മതങ്ങൾ കൊടുക്കുന്നതാണ് ചില ഗ്രന്ഥങ്ങളുണ്ട്. ആ ഗ്രന്ഥമല്ല ഞാനിവിടെ പറയുന്നത്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ മാർക്കറ്റിലുള്ള ആൾക്കാർ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ഗ്രന്ഥമാണ് ബൈബിള്. പിന്നെ കാശ് കൊടുത്ത് വാങ്ങിച്ച് ഉപയോഗിക്കുന്ന ഗ്രന്ഥമാണ് എന്ത്? ഭഗവത്ഗീത. കൃത്യമായിട്ട് ഞാനിത് പറയാൻ എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനിടെ ഒരു ചേച്ചി ശൂന്യാകാശത്ത് പോയിരുന്നു. 280 ദിവസം ശൂന്യാകാശത്ത് പോയിട്ട് ആകാശത്ത് ഒരു പേടകത്തിനകത്താണ് ആ ചേച്ചി ജീവിച്ചത്. 280 ദിവസം ഈ ചേച്ചി, സുനിത വില്യംസ് എന്ന് പറയുന്ന വ്യക്തി, ശൂന്യാകാശത്ത് ജീവിച്ചത് ഈ ഭഗവത്ഗീതയെ കൂട്ടുകൂട്ടിയിട്ടാണ്. യൂട്യൂബിനോട് ചോദിച്ചോ, സുനിത വില്യംസ് നടിച്ചു കഴിഞ്ഞാൽ പറയും എനിക്ക് കൂട്ട് ഭഗവത്ഗീതയുണ്ടായിരുന്നു. ഇന്ത്യൻ സമോസ അകത്തോട്ട് കഴിക്കാനുണ്ടായിരുന്നു. എപ്പോഴും കാണാൻ ഗണപതിയുടെ ഒരു വിഗ്രഹമുണ്ടായിരുന്നു. പിന്നെ എൻ്റെ മനസ്സിനും ബുദ്ധിക്കും ചിന്തകൾക്കും കൂട്ടായി ഭഗവത്ഗീതയുണ്ട്. ഞാൻ നിങ്ങളോട് റെക്കമെൻഡ് ചെയ്യുന്നു. എന്ത്? ശ്രീമദ് ഭഗവത്ഗീത കൂട്ടിന് കൂട്ടിക്കൊള്ളൂ. കാരണം ഇത് എന്താണ്? ഇത് ശ്രീമദ് ഭഗവത്ഗീതാസു ഉപനിഷത്തു ധർമ്മവിദ്യയാം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണാർജുന സംവാദേ. ശ്രീകൃഷ്ണൻ എന്ന് പറയുന്നത് ബുദ്ധിയും അർജുനൻ എന്ന് പറയുന്നത് മനസ്സുമാണ്. ശ്രീശങ്കര ഭഗവത്പാദർ ഭാഷ്യം നൽകുകയാണ്, മനോബുദ്ധി സംവാദമാണ്. അപ്പോൾ മനസ്സിനെയും ബുദ്ധിയും സംവാദം നടത്തിയത് സുനിത വില്യംസ് 280 ദിവസം ശൂന്യാകാശത്ത് ഈ ഭഗവത്ഗീതയോടായിരുന്നു. ഈ അടുത്ത കുറച്ച് നാൾ മുന്നേ ഡൽഹിയിൽ, ചൈതന്യജി കേട്ടിട്ടുണ്ടോ അത്? ഡൽഹിയിൽ ഒരു ജഡ്ജി, ഈ ജഡ്ജിയുടെ മകള്, അവിടുത്തെ ഒരു വലിയ പത്രപ്രവർത്തകയാണ്. ഈ മകള് ലെസ്ബിയനാണ്. കല്യാണം ആലോചിക്കുമ്പോൾ പറഞ്ഞ് എനിക്ക് കല്യാണം വേണ്ടാന്ന്. കുറച്ചാൾ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞത് ഈ കുട്ടി മകള് ലെസ്ബിയനാണെന്ന്. ഈ അച്ഛനും അമ്മയും കൂടി ഡിസ്കഷൻ നടത്തി അവർ രണ്ടുപേരും, ജഡ്ജിയാണ്, സുപ്രീം കോടതി ജഡ്ജിയാണ്, ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു. മെഡിക്കൽ സ്റ്റോർ പോയിട്ട് മരുന്നൊക്കെ വാങ്ങിച്ചു കൊണ്ടുവന്ന് നല്ലൊരു ദിവസം ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു. ഇതൊക്കെ എഴുതി വെച്ചിട്ട് അപ്പോഴാണ് ഒരു സുഹൃത്ത്, ദൈവദൂതനായിട്ടല്ല, ദൈവം തന്നെയാണ്, ഭഗവാൻ തന്നെയാണ് ആ വീട്ടിലേക്ക് കടന്നു വരുന്നു. എന്താ ചോദിച്ചു, ഞങ്ങൾ ഇസ്കോണിൻ്റെ പ്രവർത്തകരാണ്. ആ ഇസ്കോണിൻ്റെ പ്രവർത്തകരാ, എന്താ കാര്യം? എന്താ? നിങ്ങൾ 100 രൂപ തന്നിട്ട് ഒരു ഗ്രന്ഥം മേടിക്കണം. ഓ, ഇയാൾ വേഗം 100 രൂപ എടുത്തുകൊണ്ട് കൊടുത്തു. ഒരു ഗ്രന്ഥം
ഇദ്ദേഹത്തിന് കൊടുത്തു കഴിഞ്ഞപ്പോൾ അവർ പോവുകയും ചെയ്തു. നോക്കി പൊളിച്ചു നോക്കിയപ്പോൾ ഭഗവത്ഗീതയാണ്. അപ്പോൾ ഭഗവത്ഗീതയിലുണ്ട് ഉദ്ധരേതാത്മനാത്മാനം നാത്മാനം അവസാദയിൽ ആത്മന്യേരാത്മനോ ബന്ധു ആത്മന്യേരിപുരാ. നിന്റെ ബന്ധു നീയാണ്, അതുകൊണ്ട് നീ ആത്മഹത്യ ചെയ്യരുത്. നിന്റെ ശത്രു നീയായിരുന്നു, കുറച്ച് നേരത്തെ ആത്മഹത്യ നിന്നെ പ്രേരിപ്പിച്ച നീ തന്നെയാണ്. അതുകൊണ്ട് അത് ഡിലീറ്റ് ചെയ്ത് കളാ, ജീവിക്കൂ എന്ന് ഇദ്ദേഹം മകളെ ഉടൻ തന്നെ വിളിച്ചു. മകളുടെ പാർട്ട്ണറെ വീട്ടിലേക്ക് വിളിച്ചു. അടിച്ചു പൊള്ളിച്ച് സന്തോഷമായിട്ട് ഈ ജഡ്ജി ജീവിക്കുന്നു. ജഡ്ജി ലോകത്തിൻ്റെ മുന്നിലോട്ട് വന്ന് പറയുന്നു, എൻ്റെ മകള് പത്രപ്രവർത്തകയാണ്, എൻ്റെ മകള് ലെസ്ബിയനാണ്. ഇതിലെന്താണ് കുഴപ്പം? മകൾക്ക് മകളുടെ വ്യക്തിത്വം, ഭാര്യയ്ക്ക് ഭാര്യയുടെ വ്യക്തിത്വം, നിങ്ങൾ ഓരോ വ്യക്തികൾക്കും അവരുടെ വ്യക്തിത്വം. ജീവിതം കൊണ്ടു നടക്കാൻ മക്കളെ സ്നേഹിക്കണം. 24 മണിക്കൂർ ഒരു ദിവസം തരുമ്പോൾ അരമണിക്കൂർ മകൾക്ക് വേണ്ടിയിട്ട്, അരമണിക്കൂർ മകന് വേണ്ടിയിട്ട്, അരമണിക്കൂർ ഭാര്യയ്ക്ക് വേണ്ടിയിട്ട്, അരമണിക്കൂർ ഭർത്താവിന് വേണ്ടിയിട്ട്. കൃഷ്ണനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ ഭഗവത്ഗീതയിൽ. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ജീവിതം സുഗന്ധപൂരിതമായി കൊണ്ടു നടക്കാം. പിന്നെ ഞാനിങ്ങനെ പല പടങ്ങളും കാണും, ചിത്രങ്ങളൊക്കെ കാണും. പിന്നെ എനിക്ക് വലിയ ക്യൂരിയോസിറ്റി ആയിരുന്നു. പിന്നെ ഞാൻ ഈ മെക്കാനിക്കൽ പഠിച്ചിട്ട് എനിക്ക് ഡ്രൈവറുടെ ഡീസൽ അസിസ്റ്റൻറ്റിൻ്റെ ഒരു എക്സാം എഴുതി ഞാൻ. എവിടെ? അങ്ങ് ഗുജറാത്തിൽ പോയിട്ട്. എനിക്ക് ജോലിയും കിട്ടി. പക്ഷേ ഉത്തരേന്ത്യയിൽ എനിക്ക് താമസിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഞാനത് പോയില്ല എന്ന് മാത്രമേ ഉള്ളൂ. അവിടെ ഞാൻ സബർമതി ആശ്രമത്തിൽ പോയിട്ടുണ്ടായിരുന്നു. ശരണമയ്യപ്പ, അവിടെ ഒരു ഗാന്ധിയുടെ പടമുണ്ട്. രഘുപതി രാഘവ, അദ്ദേഹം നെഞ്ചോട് ചേർത്തിട്ടുണ്ട്. എന്ത് ഞാൻ പറഞ്ഞൊന്നും പറയണ്ട കേട്ടാ. അദ്ദേഹത്തിൻ്റെ മക്കളെ ആരും നെഞ്ചോട് ചേർത്തില്ല. അദ്ദേഹം ബൈബിളൊന്നുമല്ല, ഞാൻ പറഞ്ഞു ഖുറാനും ഇല്ല, പിന്നെ ഭഗവത്ഗീത നെഞ്ചോട് ചേർത്തിട്ട് അദ്ദേഹം ഒരു ഗ്രന്ഥം ജയിലിൽ എഴുതിയിട്ട് ഭഗവത്ഗീതയെ ബേസ് ചെയ്തിട്ട്, എന്താണ് ആ ഗ്രന്ഥത്തിൻ്റെ പേരെന്താണ്? അത് യൂട്യൂബിനോട് ചോദിച്ചാൽ മറന്നുപോയി. സ്വാഭാവികം, മർത്തന് കൈപ്പിഴ ജന്മസിദ്ധമാണ്, അത് സ്വാഭാവികം, കുഴപ്പമില്ല. യൂട്യൂബിനോട് ചോദിച്ചപ്പോഴേ അപ്പോൾ ഗാന്ധിജി സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യത്തുടമയായ ബ്രിട്ടീഷുകാരിൽ നിന്നും സ്വാതന്ത്ര്യം വാങ്ങിച്ചു തന്നത് ഭഗവത്ഗീത യുദ്ധത്തിന് വിരുദ്ധതയാണ് പറയുന്നത്. പിന്നെ കുരുക്ഷേത്ര യുദ്ധം അത് ആവശ്യമായിട്ട് നേടേണ്ടി വന്നു. നമ്മുടെ ഭാരതത്തിൻ്റെ നയവും എന്താണ്? അഹിംസയാണ്. ഭഗവത്ഗീത പറയുന്നത് അഹിംസയാണ്. കൃത്യമായിട്ട് അറിയാം. ഇതിന് മുന്നേ ഒരു വീഡിയോ ഉണ്ട്, അത് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകും. കൃത്യമായിട്ട് ഇതിനകത്ത് തൊട്ടിട്ട് പറയുന്ന പഠിച്ചിട്ട് പറയുകയാണ്. 4 പതിറ്റാണ്ട് കാലം ഭഗവത്ഗീത ഉപാസന ചെയ്തിട്ട് പറയുകയാണ് അഹിംസയാണ് ഇതിനകത്ത് തീം. പിന്നെ നിക്കക്കള്ളി ഇല്ലാതെ വരുമ്പോൾ പിന്നെ പാകിസ്ഥാൻ്റെ ഒന്നൊക്കെ പോയിട്ട് ബോംബിട്ട് മുഴുവൻ കത്തിച്ചു കളയും. ഇനിയിപ്പോൾ ആരെ വേണമെങ്കിലും തകർക്കും എന്നുള്ളതാണ് ആദിത്യനാഥിൻ്റെ പുതിയ JCB ആദിത്യനാഥ്. ആരാണ്? JCB ആദിത്യനാഥ്. എൻ്റെ ഹിന്ദു സംസ്കാരത്തിനെതിരായിട്ട് ചെറുവിരൽ അനക്കി കഴിഞ്ഞാൽ അവൻ്റെ കുടുംബത്തെ കുളം തോണ്ടും എന്നുള്ളതാണ് യോഗി ആദിത്യനാഥ്. പിന്നെ ആ പരമ്പരയുടെ മുഴുവൻ ആ BJP പരമ്പരയുടെ എല്ലാവരുടെയും. അപ്പോൾ ഭഗവത്ഗീതയാണ് ഗാന്ധിജി കൊണ്ട് നടന്നത്. അപ്പോൾ എന്തുകൊണ്ട് നമ്മൾ ഒറ്റപ്പെടുന്നു? കാരണം വളരെ സിമ്പിളാണ്. ഭഗവത്ഗീതയിൽ ഭഗവാൻ ആധ്യാത്മികതയ്ക്ക് ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. താടി മുടിയൊക്കെ വളർത്തി കുളിക്കാണ്ട് ഇങ്ങനെയായിട്ട് നടക്കുന്നതല്ല ആധ്യാത്മിക ജീവിതം. സ്വഭാവോ ആധ്യാത്മമുച്യതേ. ഭഗവാൻ അസന്നിഗ്ധമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. നിൻ്റെ സ്വഭാവം വസന്തമായി സുഗന്ധപൂരിതമാക്കുന്നതാണ് ആധ്യാത്മിക ജീവിതം. നമ്മളൊക്കെ അമ്പലത്തിൽ പോകുന്ന ആളാണ് അല്ലേ? അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ അവിടെ വിഗ്രഹം കല്ലാണ് അല്ലേ? അതെ. കല്ല് കണ്ടു എന്ന് ആരെങ്കിലും പറയോ? ഇല്ല. വൈക്കത്തമ്പലത്തിൽ പോയി ശിവനെ തൊഴുതു, ശബരിമലയിൽ പോയി അയ്യപ്പനെ തൊഴുതു, ഗുരുവായൂരമ്പലത്തിൽ പോയിട്ട് ഗുരുവായൂരപ്പനെ തൊഴുതു. ഇവിടെ ശിലയല്ല. അപ്പം കല്ലിലും പോലും ഇൻക്ലൂഡിങ് സ്റ്റോൺ, ഈ കരിങ്കല്ലിലും ഈശ്വരനെ കാണുന്ന ആൾക്കാർക്ക് ഇനി എളുപ്പമാണ്. അമ്മയിൽ ദൈവത്തെ കാണാം, അച്ഛനിൽ ദൈവത്തെ കാണാം, ഭാര്യ മാതാജിയിൽ ദൈവത്തെ കാണാം, മക്കളിൽ ദൈവത്തെ കാണാം, സഹോദരിൽ ദൈവത്തെ കാണാം. ഈശോ വസ്യമിതം സർവം യത്കിഞ്ച ജഗത്യം ജഗത്തേനെ ത്യക്തേന ഭുഞ്ചിത മാ കൃത കസ്യ സിദ്ധനം. എല്ലാത്തിലും നമുക്കിനി ഈശ്വരനെ കാണാൻ പറ്റും.
സമോഹം സർവഭൂതേഷു. ഭഗവത്ഗീതയിൽ ഭഗവാൻ നമ്മളെ പഠിപ്പിക്കുന്നു, എന്നെ നിങ്ങൾ എവിടെ കാണണം? സമോ അഹം സർവഭൂതേഷു. രൂപനാമാത്മകമായ പ്രപഞ്ചത്തിലെല്ലാം എന്നെ കാണണം. അപ്പോൾ നമ്മുടെ സ്വഭാവത്തിൽ അടിമുടി ഒരു പരിവർത്തനം വരുത്തണം. സൽസ്വഭാവികളായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരുപാട് സുഹൃത്തുക്കൾ ഉണ്ടാവും. അപ്പോൾ ഒറ്റപ്പെടലാവില്ല. നമ്മുടെ ഭാര്യ നമ്മളെ പ്രേമിക്കും, നമ്മൾ ഒറ്റപ്പെടുത്തില്ല. പിന്നെ ഒരു 360 ഗേൾ ഫ്രണ്ടിനെ നമുക്ക് കിട്ടും. തിരുമേനി, ഞാൻ പറഞ്ഞു എന്നാരും പറഞ്ഞ ഭഗവത്ഗീത പഠിച്ചു കഴിഞ്ഞാൽ ഒരു 360 ഗേൾ ഫ്രണ്ടിന് കിട്ടും. എന്നാൽ ഞാൻ പഠിക്കാം. എൻ്റെ മൊബൈൽ എടുത്ത് നോക്കിയാൽ മതി, 389 കാമുകിമാരുണ്ട് എനിക്ക്. ഇവരൊക്കെ എൻ്റെ സുഹൃത്തുക്കളാണ്. ഇവർക്ക് വാട്സാപ്പ് അയച്ച് തീരുമ്പോൾ തന്നെ 1 മണിക്കൂർ പോവും. രാത്രി 2 മണിക്കാണ് ഞാൻ കിടന്നുറങ്ങല്. എല്ലാവരും പറയും ഞാൻ പഠിക്കുക എന്നല്ല, എൻ്റെ കാമുകിമാരോട്, കൂട്ടുകാരികളോട് ഞാൻ സംസാരിക്കുകയാണ് ചെയ്യുന്നത്. രാമായണം പ്രഭാഷണം അല്ല, ഭഗവത്ഗീതയാണ്. വേണമെങ്കിൽ കേട്ടാച്ചാൽ മതി. അപ്പം ഈ സുഹൃത്തുക്കളെ നമുക്ക് കിട്ടുന്നത് എങ്ങനെയാണ്? ഭഗവത്ഗീത നമ്മുടെ പെരുമാറ്റത്തിലാണ്. അപ്പം നമുക്ക് മാറ്റം വരുത്താവുന്ന ഒന്ന് മാത്രമേ ഉള്ളൂ. ഈ മുഖം മാറാൻ പറ്റില്ല അല്ലേ? ഈ മോഹൻലാലിനെ പോലുള്ള മുഖം മാറ്റാൻ പറ്റുമോ? ഇല്ല. ഈ സുരേഷ് ഗോപിനെ പോലെ മാറ്റാൻ പറ്റുമോ? ഇനി ഇല്ല. സുരേഷ് ഗോപിനെ പോലെ തന്നെയാണ്. മമ്മൂട്ടീനെ പോലെയുള്ള എനിക്ക് 65 വയസ്സുണ്ട്, ഇപ്പോഴും ഈ ഹാൻസമായിട്ട് നടക്കാൻ പറ്റുന്നത്, ഇതെനിക്ക് മാറ്റാൻ പറ്റുമോ? ഇല്ല. പിന്നെ എനിക്ക് മാറ്റാവുന്ന ഒന്ന് മാത്രമേ ഉള്ളൂ, എൻ്റെ പെരുമാറ്റം, എൻ്റെ കയ്യിലിരിപ്പ്. അപ്പോൾ ആര് ഒറ്റപ്പെടുന്നുണ്ടെങ്കിലും അതിൻ്റെ കാരണം പെരുമാറ്റ ദൂഷ്യമാണ്, കയ്യിലിരിപ്പാണ്. പെരുമാറ്റം മാറ്റിക്കഴിഞ്ഞാൽ ജീവിതം വസന്തമായി മാറും. അപ്പോൾ കൃഷ്ണനെ നമുക്ക് കൂട്ടായി കിട്ടും. കൃഷ്ണൻ പറയുന്നു, എന്നെപ്പോലെ നിങ്ങളാവണം. ജഗൽ ഭർത്ത പ്രഭു സാക്ഷി നിവാസ ശരണം സുഹൃത്ത്. കൃഷ്ണനെ ഇഷ്ടപ്പെടാത്ത ഒരാളും ഉണ്ടാവില്ല. ഞാൻ വൈക്കം മഹാദേവ ക്ഷേത്രത്തിലെ വേദപാഠശാലയിലും ഉദയനാപുരം സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ വേദപാഠശാലയിലും എൻ്റെ മഠത്തിലുള്ള വേദപാഠശാലയിലും ഞാൻ പഠിപ്പിക്കുന്ന എല്ലാവരും ഏത് കുട്ടികളെ ചോദിച്ചു കഴിഞ്ഞാലും, ആരെ കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ ചോദിക്കും, ഇതെന്താണെന്ന്. അപ്പോൾ എല്ലാവരും പറയും കൃഷ്ണൻ 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 എന്ന്. ഇങ്ങനെ പിന്നെയാണ് എനിക്ക് റിസർച്ച് നടത്തിയ സബ്ജക്റ്റ് മനസ്സിലായത്. കൃഷ്ണൻ്റെ വിചാരങ്ങൾ, കൃഷ്ണൻ്റെ ചിന്തകൾ, അട്ടിമുട്ടി കൃഷ്ണൻ്റെ ചിന്തകൾ പോസിറ്റീവ് ആയതുകൊണ്ടാണ് ഞാൻ പഠിക്കുന്നത്. നിങ്ങളിപ്പോൾ ഇത് കേൾക്കുന്ന എന്താണ്? കൃഷ്ണൻ്റെ ചിന്തകളാണ്. അപ്പോൾ നമുക്ക് ബോയ് ഫ്രണ്ടിനെ വേണോ? ഇഷ്ടം പോലെ. എല്ലാ മക്കളും എന്ത് പഠിക്കണം? ഭഗവത്ഗീത. ഗേൾ ഫ്രണ്ടിനെ വേണോ? മരിക്കാൻ പോകുന്ന അപ്പൂപ്പനായാലും ഭഗവത്ഗീത പഠിച്ചു കഴിഞ്ഞാൽ 365 കാമുകിമാരെ കിട്ടും. പക്ഷേ ശ്രദ്ധിക്കണം, ഹണി ട്രാപ്പ് പെടരുത്. ഭഗവത്ഗീത അവരോട് പറയാൻ പാടുള്ളൂ. അപ്പോഴേക്കും നമുക്ക് ആ സത്യം മനസ്സിലാവും. ആത്മന്യേരാത്മനോ ബന്ധു. ഈ ബന്ധുവിനെ തിരിച്ചറിഞ്ഞ് വികസിപ്പിക്കണം. അൾട്രാ മോഡേൺ സയൻസിനെ തള്ളിപ്പറയരുത്, അതിനെ നെഞ്ചോട് ചേർക്കണം. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ നെഞ്ചോട് ചേർക്കണം. അപ്പോൾ നമ്മളെ കുട്ടികളെയും നമ്മുടെ യുവാക്കളെയും അവരുടെ സ്വഭാവ രൂപീകരണത്തിന് ഭഗവത്ഗീത പഠിപ്പിക്കണം. കാരണം ഇവരുടെ സ്വഭാവം, ശ്രദ്ധിക്കൂ, ഇവരുടെ സ്വഭാവം നിയന്ത്രിക്കുന്നത് എന്താണ്? പ്രിഫോണ്ടൽ കോർട്ടക്സ് ആണ്. എന്താണ്? പ്രിഫോണ്ടൽ കോർട്ടക്സ് ആണ്. നമ്മൾ മക്കളോടൊക്കെ പറയണം, മക്കളെ നിങ്ങളൊരു 30 വയസ്സ് വരെ ഭഗവത്ഗീത പഠിക്കണം. കാരണം നിങ്ങളുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത് പ്രിഫോണ്ടൽ കോർട്ടക്സ് ആണ്. ഈ പ്രിഫോണ്ടൽ കോർട്ടക്സിനെ ഷോർട്ടായിട്ട് നമ്മൾ പറയും PFC. ഇതിനാണ് CEO എന്ന് പറയും. നമ്മുടെ ജീവിതത്തിൽ എന്ത് സിഇഒയുടെ ഫുൾ നെയിം എന്താണ്? ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ. നമ്മുടെ ബുദ്ധിയാണിത്, ബ്രെയിനാണിത്. ഇതാണ് നമ്മുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ. അതുകൊണ്ടാണ് ഭഗവാൻ പറയുന്നു, ബുദ്ധിമതാമസ്മി തേജസ്വിനാമഹം. ബുദ്ധിയുടെ ബുദ്ധിയാണ്, പ്രിഫോണ്ടൽ കോർട്ടക്സ് ആണ് കൃഷ്ണൻ. എത്ര ശാസ്ത്രീയമാണ്! മക്കളോട് പറ. നിങ്ങൾക്ക് സംശയമുണ്ടോ? മക്കളോട് തോണ്ടി ചോദിക്ക്. യൂട്യൂബിനോട് ഭഗവാന്റെ 11ാമത്തെ അവതാരമാണ്. 10 അവതാരം നിങ്ങൾക്ക് ഈ ഗൂഗിൾ കുമാറിനോട് ചോദിക്കുക, എന്ത് പ്രിഫോണ്ടൽ കോർട്ടക്സ് പറഞ്ഞ എന്താണെന്ന്. എന്താണ്? എക്സിക്യൂട്ടീവ് സെൻറ്ററാണ് ബ്രെയിൻ്റെ. എക്സിക്യൂട്ടീവ് ഫങ്ഷനുകൾ നിയന്ത്രിക്കുന്നതാണ്.
നമ്മുടെ ലൈഫിൻ്റെ ഡെസ്റ്റിനേഷൻ തീരുമാനിക്കുകയും അത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത് എന്താണ്? പ്രിഫ്രോണ്ടൽ കോർട്ടക്സ് ആണ്. ഇത് പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് പോർഷനാണ്. പിന്നെ ഇത് സോഷ്യൽ ആക്ടിവിറ്റീസുകൾ, സ്വഭാവ രൂപീകരണ കേന്ദ്രമാണ് പ്രിഫ്രോണ്ടൽ കോർട്ടക്സ്. ശ്രദ്ധിക്കണം, നമുക്കെല്ലാവർക്കും ബിഹേവിയർ ഉണ്ട് അല്ലേ? ഉണ്ടല്ലോ. ആ ബിഹേവിയർ ഇൻസ്പിറേറ്റഡ് പേഴ്സണാലിറ്റി ആവണം, ഇംപ്രസീവ് ബിഹേവിയർ ആവണം. ഇത് തീരുമാനിക്കേണ്ടത് പ്രിഫ്രോണ്ടൽ കോർട്ടക്സ് ആണ്. അപ്പോൾ നമ്മളൊക്കെ ജീവിതത്തിൽ തീരുമാനങ്ങൾ എടുക്കാറുണ്ടല്ലേ? കറക്റ്റ് ഡിസിഷൻ മേക്കിംഗ് ഏരിയ ആണെന്ത്? പ്രിഫ്രോണ്ടൽ കോർട്ടക്സ്. വർക്കിംഗ് ആറ്റിറ്റ്യൂഡ്, കർമ്മ, വർക്കിംഗ് ആറ്റിറ്റ്യൂഡ്. അപ്പോൾ ഇതിനൊക്കെ ബൂസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഭഗവത്ഗീത പഠിക്കണം. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ മെമ്മറി പവർ, ഇമോഷണൽ കൺട്രോള്, ഇതൊക്കെ നിയന്ത്രിക്കുന്ന ആരാണ്? പ്രിഫ്രോണ്ടൽ കോർട്ടക്സ്. ഇത് എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഭഗവത്ഗീത പഠിക്കണം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു പ്ലാനിങ്, നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു അച്ചീവ്മെൻറ്റ്സ്, നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഗോള്, നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ടാർഗറ്റ്, എന്താ നമ്മുടെ ജീവിതത്തിൻ്റെ ഡെസ്റ്റിനേഷൻ, ഇത് വ്യക്തവും കൃത്യവുമായിട്ട് ആഗ്രഹിക്കുന്നവർ പ്രിഫ്രോണ്ടൽ കോർട്ടക്സ് വികസിപ്പിക്കണം. പ്രിഫ്രോണ്ടൽ കോർട്ടക്സ് വികസിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ബ്രെയിൻ ബൂസ്റ്റിംഗ് തെറാപ്പിയാണ് എന്ത്? ഈ ഭഗവത്ഗീത. അപ്പോൾ ഒരു വ്യക്തിയുടെ ബയോളജിക്കലാണ് വ്യക്തി, വോട്ട് ചെയ്യാൻ പോകുന്നത് വ്യക്തി, അയാളുടെ ചിന്തകളാണ് വ്യക്തിത്വം. അപ്പോൾ എല്ലാ ചിന്തകളും, നല്ല ചിന്തകളും ചീത്ത ചിന്തകളും, ശ്രദ്ധിക്കൂ, ഈ പ്രിഫ്രോണ്ടൽ കോർട്ടക്സിൻ്റെ 2 പോർഷനാക്കിയിട്ടുണ്ട്. എന്ത്? ലെഫ്റ്റ് പ്രിഫ്രോണ്ടൽ കോർട്ടക്സും ലെഫ്റ്റ് പ്രിഫ്രോണ്ടൽ കോർട്ടക്സും. ഈ ലെഫ്റ്റ് പ്രിഫ്രോണ്ടൽ കോർട്ടക്സ് ആണ് എന്ത്? ഇടതുപക്ഷം. ഇതിപ്പോൾ ഇടതുപക്ഷക്കാർക്കും അറിയില്ല, ഇടതുപക്ഷ കൺവീനർക്ക് പോലും അറിയില്ല. എന്ത്? ബ്രെയിനിൻ്റെ ഇടത് സൈഡിലുള്ള പ്രിഫ്രോണ്ടൽ കോർട്ടക്സിൻ്റെ എക്സ്പാൻഷനാണ് എന്ത്? ഇടതുപക്ഷം. വലതുപക്ഷം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ നെഗറ്റീവ്, എനിക്കത് വയ്യ, ഇത് വയ്യ, അത് ചെയ്യാൻ പറ്റില്ല, പോകാൻ പറ്റില്ല, ഒന്നുമില്ല. മാത്രമല്ല പണിഷബിൾ ആറ്റിറ്റ്യൂഡ്. നമ്മൾ ഒരു കർമ്മം ചെയ്തു കഴിഞ്ഞാൽ അതിന് എന്തുണ്ടാവും? ശിക്ഷ കിട്ടും. ഈ ആറ്റിറ്റ്യൂഡാണ് ഇത് വലതുപക്ഷ ചിന്തകൾ. അപ്പോൾ ഇതാണ് ഈ ഇടതുപക്ഷ ചിന്താഗതികൾ, പുരോഗമനവാദികൾ എന്നൊക്കെ പറയില്ല നമ്മൾ പണ്ട്. ഇപ്പോൾ ഇടതുപക്ഷ ചിന്താഗതി പറഞ്ഞാൽ എന്താണ്? ആ മറ്റേ പാട്ട് പാടുന്ന ആളോട് ചോദിക്കണം. എന്ത്? അയ്യപ്പൻ്റെ സ്വർണം കട്ടത് ആരപ്പാന്ന് ഞാൻ പറയില്ല, അത് അവരോട് പോയി ചോദിക്കണം. അപ്പം ഈ ഇടതുപക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിഫ്രോണ്ടൽ കോർട്ടക്സ് ആണ് ബ്രെയിൻ്റെ. ഇത് ബൂസ്റ്റ് ചെയ്യാൻ എന്ത് പണിയെടുക്കണം? അവരെ വേദങ്ങൾ പഠിക്കണം, ഭഗവത്ഗീത പഠിപ്പിക്കണം. പിന്നെ ഈ ബുദ്ധിയുടെ ഈ പോർഷൻ എക്സ്പാൻഷൻ നടത്തുന്നതാണ് എന്ത്? ഗായത്രി മന്ത്രം. ഗായത്രി മന്ത്രം ഉപാസന നമ്മളെ കുട്ടികളെ പഠിപ്പിക്കണം. ഓം ഭൂർഭുവസ്വ തസ്സവിതുരണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ നഃ പ്രചോദയാൽ. ബുദ്ധിയെ വികസിപ്പിച്ച് ബുദ്ധിയെ എക്സ്പാൻഡ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ബിഹേവിയർ, നമ്മുടെ സ്വഭാവം സൽസ്വഭാവിയായപ്പോൾ മറ്റുള്ളവർക്ക് മാതൃകയായി മാറും. ഭഗവത്ഗീതയിൽ ഇടക്കിടക്കേ കൃഷ്ണൻ പറയും മമ 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 എന്ന്. അപ്പോൾ ഭഗവാന്റെ നിലയിലോട്ട് നമ്മൾ ഉയരണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ബുദ്ധി വികസിക്കണം. ബുദ്ധിയുടെ ഈ ഏരിയയിലായിട്ടാണ് ഇതുവരെ നമ്മൾ ഈ ഭസ്മൊക്കെ തൊടില്ല, സിന്ദൂരൊക്കെ തൊടില്ല, ഈ ഏരിയയിൽ ഈ പ്രിഫ്രോണ്ടൽ കോർട്ടക്സ് എന്ത് വേണം? എക്സ്പാൻഡ് ചെയ്യണം. അപ്പോൾ PFC സ്റ്റോപ്പ് ഗായത്രി മന്ത്രം. അപ്പോൾ ശ്രദ്ധിക്കണം, ദുഃഖ ദുരിത ബുദ്ധികളെ. അപ്പോൾ നമ്മുടെ ബുദ്ധി വിഷമബുദ്ധിയും വിഷബുദ്ധിയും ഉണ്ട്, പിന്നെ സമബുദ്ധിയും ഉറച്ച ബുദ്ധിയുണ്ട്. ഉറച്ച ബുദ്ധിയിലേക്ക് നമ്മളെ ഉയർത്തും, നമ്മുടെ വ്യക്തിത്വത്തിലോട്ട് നമ്മളെ ഉയർത്തും. ശ്രദ്ധിക്കണം, ഞാൻ എന്നോട് സംസാരിക്കുന്ന രീതിയിൽ എന്നെ ഉയർത്തുന്നതാണ് പ്രിഫ്രോണ്ടൽ കോർട്ടക്സ്. എന്ത്? ഞാൻ എന്നോട് സംസാരിക്കുന്ന രീതിയിൽ എന്നെ ഉയർത്തുന്നു. അതുകൊണ്ടാണ് അതിന് ഭഗവത്ഗീത പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ മനോബുദ്ധി സംവാദമായിട്ട് ഞാൻ എന്നെ ഉയർത്തുന്നു, ഞാൻ എന്നെ ഉയർത്തുന്നു.
നമ്മൾ ഉയരുന്നത് പോലെ നമ്മളെ മക്കളെ നമ്മൾ ഉയർത്തണം. അതിന് അവരെ ഭഗവത്ഗീത പഠിപ്പിക്കണം. അപ്പോഴോ വേദമന്ത്രങ്ങൾ പഠിപ്പിക്കണം. പിന്നെ ഗായത്രി മന്ത്രങ്ങൾ അവരെ പഠിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പ്രിഫോണ്ടൽ കോർട്ടക്സിന് എക്സ്പാൻഷൻ നടക്കും. അപ്പോൾ മേധാദേവി ജുഷമാണാന ആഗാത് വിശ്വാജി ഭദ്ര സുമനസ്യമാന. ബുദ്ധി വികസിപ്പിക്കും, ചിന്തകൾ വർദ്ധിക്കും, മനോബലം വർദ്ധിക്കും, മനഃശക്തി വർദ്ധിക്കും. അപ്പോൾ മെമ്മറി പവർ വർദ്ധിക്കും. അപ്പോൾ നമ്മുടെ കുട്ടികൾ പഠനത്തിൽ നമ്പർ 1 ആവും. ഏത് പരീക്ഷയ്ക്കും പഠിക്കാം, ഏത് പരീക്ഷയ്ക്കും വിജയിക്കാം, എല്ലാത്തിലും ഫുൾ മാർക്ക് മേടിക്കാം. ഞാനിത് എൻ്റെ അച്ഛൻ എന്നെ പഠിപ്പിച്ച് ഞാനിത് പഠിച്ചതുകൊണ്ടാണ് നിങ്ങൾക്കിത് പറഞ്ഞു തരാൻ പറ്റുന്നത്. ഈ രീതിയിൽ എൻ്റെ മക്കളുടെ പ്രിഫോണ്ടൽ കോർട്ടക്സ് വികസിപ്പിച്ച് വിജയിപ്പിച്ച് എൻ്റെ മകൾ ഡോക്ടറാണ്. ഈ പ്രിഫോണ്ടൽ കോർട്ടക്സ് വിജയിപ്പിച്ച് ഇംപ്ലിമെൻ്റ് ചെയ്ത് വികസിപ്പിച്ച് എൻ്റെ മകൻ എഞ്ചിനീയറാണ്. ഞാൻ ഇതുപോലെ 100 മക്കളെ ഇത് പഠിപ്പിച്ച് അവരൊക്കെ പല പിള്ളേരും മെഡിക്കൽ കോളേജിൽ നിന്ന് എന്നെ വിളിക്കുക, ശരണമയ്യപ്പ ഗോഡ് ഫാദർ ആണെന്ന് പറയും. ഞാൻ പറയും, മക്കളെ ഞാനല്ല ഗോഡ് ഫാദർ, ഭഗവത്ഗീതയാണ്. വിദേശ രാജ്യങ്ങളിൽ പല സ്ഥലത്തും പഠിക്കുന്ന മക്കളുണ്ട്. ദുബായിലും അമേരിക്കയിലും ഒക്കെ ഉണ്ട്, പല സ്ഥലങ്ങളിലും ഉണ്ട്. കാനഡയിൽ ഇഷ്ടം പോലെ ഉണ്ട്. എൻ്റെ പെങ്ങളുടെ മക്കളൊക്കെ കാനഡയിലാണ്. അവരൊക്കെ പറയും. അപ്പോൾ ഞാൻ പറയും, മക്കളെ ഭഗവത്ഗീതയാണ്. കാരണം ആനോ ഭദ്രകൃതവോ എന്തു വിശ്വത. ലോകത്തിലുള്ള മുഴുവൻ നല്ല ചിന്തകളും നമ്മളെ ബുദ്ധിയിലേക്ക് ഒഴുകി വരണം. അതാണ് ഈ മന്ത്രത്തിൻ്റെ അർത്ഥം. അതിന് ഈ പ്രിഫോണ്ടൽ കോർട്ടക്സ് എക്സ്പാൻഡ് നടക്കണം. അപ്പോൾ ഒരു വ്യക്തിയുടെ ബുദ്ധി അതിൽ ബ്രെയിൻ സ്റ്റോമായി വികസിക്കുമ്പോൾ ഈ പ്രിഫോണ്ടൽ കോർട്ടക്സ് വികസിക്കും. അപ്പോൾ വാച വദാമി മധുമദ്ഭുയാസം മധു സദൃശം. വായിലെ നാക്കുന്ന് പ്രേമപൂരിതമായ സംഭാഷണം വരും. അപ്പോൾ മറ്റുള്ള ആൾക്കാരും അവർ തമ്മിൽ പഞ്ചാരടിക്കണം എന്ന് പറയും. അപ്പോൾ ഷുഗർ കോട്ടഡ് വേർഡുകൾ നമ്മുടെ വായിൽ നിന്ന് വരും. അപ്പോൾ പ്രവൃത്തിയിലും ചിന്തയിലും കർമ്മങ്ങളിലും എല്ലാത്തിലും നല്ല ചിന്തകൾ വരും. അപ്പോൾ നമ്മളെ മക്കളെ അതുകൊണ്ട് തന്നെ ഈ വേദങ്ങളും ഉപനിഷത്തുക്കളും ഭഗവത്ഗീതയും ഭാഗവതവും പഠിപ്പിക്കണം. അവർ വിശ്വപൗരന്മാരായി വളർന്നു വരട്ടെ. നമ്മുടെ മക്കൾ വിശ്വപൗരന്മാരായി വളർന്നു വരട്ടെ. അവർ ആകാശത്തോളം വളരട്ടെ. വരും തലമുറ ഏറ്റവും നല്ലൊരു തലമുറ. അത് നിങ്ങളുടെ കുടുംബത്തിൻ്റെ അസറ്റായി മാറും, എൻ്റെ കുടുംബത്തിൻ്റെ അസറ്റായി മാറും. അവരുടെ വ്യക്തിപരമായ ജീവിതം ധന്യമായി തീരും. ധന്യോഹം ത്രിധന്യോഹമായി മാറും അവരുടെ ജീവിതം. അത് എൻ്റെ മക്കൾക്കും നിങ്ങളുടെ മക്കൾക്കും എല്ലാവരുടെ മക്കൾക്കും സാധിക്കുമാറാകട്ടെ. അതിന് ഈ വേദങ്ങളും ഉപനിഷത്തുകളും ഭഗവത്ഗീതയൊക്കെ നിങ്ങളിത് കാണുന്ന പോലെ നിങ്ങളെ മക്കളെ കാണണം, ബന്ധുക്കളെ കാണിക്കണം, സുഹൃത്തുക്കളെ കാണിക്കണം. അതിനിത് ഷെയർ ചെയ്യണം. ആ ജഗദീശ്വരനായ പരമേശ്വരനായ അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം എനിക്കും നിങ്ങൾക്കും അണ്ടകടാഹത്തിലുള്ള എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ലോകാ സമസ്ത സുഖിനോ ഭവന്തു. സ്വാമി ശരണമയ്യപ്പ.